ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പാവക്ക കൊണ്ടാണ് കേട്ടോ. പാവക്ക കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്, ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ ഉപ്പേരി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ കഴിക്കും കേട്ടോ. അനിയനാക്കും ഇനുവിനൊക്കെ ഇഷ്ടമാണ് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ. അവരങ്ങനെ പച്ചക്കറി കഴിക്കാത്ത കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതുകൊണ്ടാണ് ഉപ്പേരി വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് വലിയ ഉള്ളി, പച്ചമുളക്, പാവക്ക 2 എണ്ണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് പാവക്ക കട്ട് ചെയ്തെടുക്കേണ്ടത്. അതേപോലെ സവാള ഈ ഒരു രീതിയിലാണ് കേട്ടോ. പിന്നെ പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. ഞങ്ങൾ ചെറിയ ഉള്ളി എന്നാണ് പറയുക. ചെറിയ നാട്ടിലൊക്കെ, ചില നാടുകളിലൊക്കെ കൊച്ചുള്ളി എന്ന് പറയും. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് ചൂടായി വന്നതിന് ശേഷം എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ആദ്യം നമ്മൾ വറുക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടത്. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം പാവയ്ക്കയും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ആവിയിൽ വെന്ത് കിട്ടും. അപ്പോൾ ഗ്യാസുമ്മല ഉണ്ടാക്കണമെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ച് നല്ലോണം ചൂടാകുന്നത് വരെ ഫ്ലെയിം കൂട്ടി വെക്കുക. അതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് എല്ലാതും ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഉപ്പേരി ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബായ്.